വചനം പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ഒരു ന്യായവിധിയും സർവശക്തനായ ദൈവം ലോകത്തിൽ നിയമിച്ചിരിക്കുമ്പോൾ മരണത്തിനപ്പുറം ഒരു ന്യായവിധിയുള്ള കാര്യം മറന്നു കളയരുത്. മരണം ഉറപ്പാണെങ്കിൽ മരണത്തിനപ്പുറം സ്വർഗത്തിലെ ദൈവം ഒരു ന്യായവിധി നടത്തും, ന്യായമായ വിധി. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന വ്യക്തി, യേശുവിനെ അംഗീകരിക്കുന്ന വ്യക്തി ആ ശിക്ഷയിൽ പോകുകയില്ല. സൗജന്യമായി തന്ന ആ സ്വർഗരാജ്യം അല്ലെ മോക്ഷം പ്രാപിക്കാൻ കഴിയും. മോക്ഷം പ്രാപിക്കേണ്ട വഴിയാണ് യേശുവിന്റെ വഴി. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ പോകാൻ സാധ്യമല്ല. മരണം ഉറപ്പാണ്. മരണം സകല വ്യക്തികളെ മരണമാവുന്ന ശത്രു കടന്നു പിടിക്കും. ഏത് സമ്പന്നതയും ഏത് കുലത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നാലും മരണം കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതം അവസാനിക്കുന്നില്ല, മരിച്ചു പോകും. മരണാനന്തരം ഈ ശരീരം മാത്രമേ മണ്ണിലേക്ക് പോകുന്നുള്ളൂ. ഈ ആത്മാവ് തന്ന ദൈവത്തിന്റെ അടുക്കൽ ആത്മാവ് കടന്നു പോകും. എന്നാൽ കർത്താവിന് രക്ഷകനായി സ്വീകരിച്ച, കർത്താവിന് വേണ്ടി ജീവിച്ച, കർത്താവിൽ ജനിച്ച, കർത്താവിൽ വളർന്ന, കർത്താവിന് ജീവിച്ച ആ കർത്താവിൽ മരിക്കുന്ന വ്യക്തി മരണത്തിനപ്പുറം സ്വർഗത്തിൽ പോകാൻ കഴിയും, അല്ലെ മോക്ഷം പ്രാപിക്കാൻ കഴിയും. യേശു ക്രിസ്തുവിൽ കൂടി അല്ലാതെ യേശുവിനെ സ്വന്തം രക്ഷകനെ സ്വീകരിക്കാതെ നീ മരിച്ചാൽ നീ ചെന്നെത്തുന്ന സ്ഥലം നരകമാണ്. നരകം യാഥാർത്ഥ്യമാണ്, സ്വർഗം യാഥാർത്ഥ്യമാണ്. നരകം നിത്യമാണ്, സ്വർഗം നിത്യമാണ്. സ്വർഗത്തിൽ പോണ്ട വഴിയാണ് നിങ്ങളോട് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമാണ്. യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഒരു കന്യകയിൽ കൂടി മനുഷ്യ അവതാരമെടുത്ത് മനുഷ്യന് വേണ്ടി കട്ട സഹിച്ചത്. മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ യേശു മനുഷ്യനായി തന്നെ ലോകത്തിൽ പിറക്കണം. കാരണം ദൈവമായിട്ടൂടെ വന്ന ഈ ദൈവത്തിന്റെ അടുക്കൽ ഭാവിയായ മനുഷ്യന് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം, തേജോമനായ ദൈവം, സർവശക്തനായ ദൈവം, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം, ലോകത്തിന്റെ രക്ഷകൻ, മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് അവൻ മനുഷ്യനായി ലോകത്തിൽ കടന്നു വന്ന് മനുഷ്യന്റെ സകല പാപവും ഭാരവും ശാപവും തന്റെ ശരീരത്തിലേറ്റുകൊണ്ട് ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് അവൻ മനുഷ്യന് വേണ്ടി മരിക്കുവാനിടയാക്കി.